ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. 2 എപ്പിസോഡ്സ് ചെയ്തു. അതിൽ നമ്മൾ ടു ക്രാഫ്റ്റ് CV ആൻഡ് ഹൗ ടു അപ്ലൈ ഫോർ ജോബ്സ് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ്ഫുള്ളി ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നല്ലൊരു CV ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ജോബ്സിന് അപ്ലൈ ചെയ്തു. ഇനി നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. യെസ്. അപ്പോൾ ഇനിയും എങ്ങനെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, എന്തൊക്കെയാണ് ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്, ഹൗ ടു പെർഫോം ഇൻ യുവർ ഇൻ്റർവ്യൂ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ നമുക്കൊരു കോൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് ആ കമ്പനീനെ പറ്റി ഒന്ന് വായിക്കുക. എന്താണ് ആ കമ്പനി ചെയ്യുന്നത്, ആ ഒരു എംപ്ലോയറിൻ്റെ എന്താണ് അവരുടെ ബിസിനസ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ വാല്യൂസ്, ഇതൊക്കെ നമ്മൾ ഒന്ന് റിസർച്ച് ചെയ്യുക. അവരുടെ റീസെൻറ്റ് അപ്ഡേറ്റ്സ് എന്താണ്, അവർ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടാവുന്ന ഇൻഫർമേഷനാണ്. അതെല്ലാം നിങ്ങൾ വായിക്കുക. അതൊക്കെ വായിക്കുന്നതിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ജോബ്, അതായത് അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വായിക്കുക. അവർ ആ ഒരു പൊസിഷനിൽ എന്താണ് അവർ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. ഇനി പ്രിപ്പറേഷൻസിലോട്ട് വരാം. ഓരോ കമ്പനി ഇൻ്റർവ്യൂസും പല രീതിയിലായിരിക്കും. എന്നാലും ഒരു ജനറിക് ഫോമാറ്റ് പറയുകയാണെങ്കിൽ ആദ്യം മിക്കവാറും ഒരു ഫോൺ ഇൻ്റർവ്യൂ ആയിരിക്കും. ഫോൺ ഇൻ്റർവ്യൂവിൽ അവർ ഒരു 20 മിനിറ്റ്സ് അങ്ങനെ ആയിരിക്കും. ഭയങ്കര ടെക്നിക്കൽ ക്വസ്റ്റ്യൻസിലോട്ട് പോവില്ല, ബട്ട് ഓവറോൾ നിങ്ങളെപ്പറ്റി അറിയുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കും അവരൊരു ഫോൺ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി പറയാനുള്ളത്? അപ്പം നമ്മൾ തന്നെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ആ ഒരു ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഞാൻ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഇന്ന കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, ആസ് ഇങ്ങനെ പൊസിഷൻ പറയും. എന്നിട്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെയാണ്. പിന്നെ ഇതിനു മുന്നേ ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്തത്, ഓവറോൾ സ്കിൽസ് ഇതാണ്, പക്ഷെ ഞാൻ ഇന്നതാണ് നോക്കുന്നത് ഈ ഒരു പുതിയ റൂളിൽ. ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു, പക്ഷെ അതിൽ നിങ്ങൾ ആ ഒരു ജോബിന് അവർക്ക് എന്താണ് വേണ്ടത് അതിലെ കുറേ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ബിക്കോസ് ആ ഒരു ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് വളരെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നമ്മളൊരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റോടുകൂടെയാണ് പറയേണ്ടത് വാട്ട് യു വോണ്ട് ഇൻ ദിസ് റോൾ. നമ്മൾ ആ ഒരു ഫോൺ ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് ഇങ്ങനെ പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഓക്കെ ആണെന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ അതൊരു ജനറൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് മനസ്സിലാക്കാനായിട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെക്നിക്കൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ഫുൾ ലെങ്ത് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. ചിലർക്ക് ഈ ഒരു സ്റ്റേജിൽ ഒരു ടെസ്റ്റും കാണും. NHSൻ്റെ ചില റൂൾസിന് ഞാൻ ആ ടെസ്റ്റ് കണ്ടിട്ടുണ്ട്. IT ജോബ്സിന് എനിക്ക് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂവിൽ എന്തോ ഒരു സീക്വലിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കിയൊന്നും ഞാൻ അങ്ങനെ ടെസ്റ്റ് കണ്ടില്ല. ഡിപ്പെൻസ് ആണ് കേട്ടോ, ഓരോ കമ്പനിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ റൂൾ. അഡ്മിൻ്റെ റോളിന് കണ്ടേക്കുന്ന ന്യൂമറിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ IT ടെസ്റ്റ് ഞാൻ ആകെ കണ്ടേക്കുന്ന സീക്വൽ ക്വയറീസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് കണ്ടു. അല്ലാതെ കൂടുതലും എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂസ് തന്നെയാണ്. രണ്ടാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ ആണ് വലിയ ഇൻ്റർവ്യൂ. ആൻഡ് അത് ഇപ്പോൾ എൻ്റെ ഒരു കേസിൽ എനിക്ക് ഒരു തവണ ഒരു 2 hours നീണ്ടു നിൽക്കുന്ന ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അത് ഒരു 1 hour ഉണ്ടാവുള്ളൂ, ചിലപ്പം 40 minutes 1 hour, ചിലപ്പോൾ അത് 2 hours വരെ പോവാം. ആൻഡ് അത് വെർച്വൽ ആവാം, ഫേസ് ടു ഫേസ് ആവാം. കൂടുതലും എനിക്ക് തോന്നുന്നു ഇപ്പം വീണ്ടും ഫേസ് ടു ഫേസിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ടൂൾസ്, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ടെക്നിക്കൽ പേഴ്സൺ ആണ്, നിങ്ങളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങളൊരു ഡെവലപ്പറായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് അവിടെ നിങ്ങൾ കാണിക്കണം. അതായത് ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഡെവലപ്പേഴ്സ് ആണെങ്കിൽ ദേ വുഡ് ഗിവ് യു എ പ്രോജക്റ്റ്, ഒരു ചെറിയൊരു പ്രോജക്റ്റ് കോഡ് ചെയ്യാൻ വേണ്ടി തരും. ഈവൻ ആസ് എ ടെസ്റ്റർ ഞാൻ ജോബിന് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അത് ആ റോളിന് ഒരു 50-50 ആയിരുന്നു. അത് 50% മാനുവൽ, 50% ഓട്ടോമേഷൻ. 50 അല്ലെന്ന് തോന്നുന്നു, 60-40 അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്നാൽ കൂടിയും അവർ എന്നെ കൊണ്ട് ചെറുതായിട്ടൊരു ടെസ്റ്റ് സിനാരിയോസ് കാര്യങ്ങൾ എഴുതിപ്പിച്ചു, ചെറിയൊരു കോഡിങ് ചെയ്യിപ്പിച്ചു, വളരെ കുറച്ച്. അപ്പോൾ ഡെവലപ്പേഴ്സിന് ഡെഫിനറ്റ്ലി വുഡ് ഗിവ് എ സ്മോൾ പ്രോജക്റ്റ് ആൻഡ് ആസ്ക് യു ടു കോഡ്. അപ്പോൾ അതൊന്നും ഞാൻ അത്ര ഡീറ്റെയിലോട്ട് കടക്കുന്നില്ല, കാരണം നമ്മളിവിടെ ജനറിക് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. പിന്നെ തേർഡ് റൗണ്ടാണ് മിക്കവാറും ഒരു എന്താ പറയുക, ഒരു HR റൗണ്ട് പോലെ നിങ്ങളുടെ സാലറിയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു റൗണ്ട്. ടെക്നിക്കൽ ഇൻ്റർവ്യൂവിന് നിങ്ങളുടെ ജോബിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് ആണ് വേണ്ടത്. പിന്നെ എപ്പോഴും ഇവിടെ പൊതുവേ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം യു ക്യാൻ ഫോളോ സ്റ്റാർ മെത്തേഡ്. സ്റ്റാർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്, അങ്ങനെയാന്ന് തോന്നുന്നു. യെസ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളോട് അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങൾക്ക് പ്രൊഡക്ഷനിൽ ഒരു ഇഷ്യൂ കണ്ടു, നിങ്ങൾ ഓൺ ദ ഡേ ഓഫ് ഡിപ്ലോയ്മെൻറ്റ് നിങ്ങളൊരു ഡിഫക്റ്റ് കാണുന്നു. വാട്ട് വുഡ് യു ഡു ഓർ ഹൗ ഡു യു ഹാൻഡിൽ ദ സിറ്റുവേഷൻ? അപ്പം നമുക്ക് വേണമെങ്കിൽ വെറുതെ പറയാം, ഓക്കെ ഞാൻ ഇങ്ങനെ അത് ഹാൻഡിൽ ചെയ്തു, നമ്മളത് റോൾ ബാക്ക് ചെയ്തു, അങ്ങനെ പറയാം.
സിമ്പിളായിട്ട്. അതല്ലെങ്കിൽ നമുക്കൊരു സിറ്റുവേഷൻ വെച്ചിട്ട് പറയാം. ആ സെക്കൻഡ് ഓപ്ഷനാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ പറയും, എൻ്റെ പ്രോജക്റ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതാണ് സിറ്റുവേഷൻ. ടാസ്ക് എന്ന് പറഞ്ഞാൽ എനിക്കത് ഹാൻഡിൽ ചെയ്യണം, അതിൻ്റെ ഒരു റോൾ അവിടെ എന്താണ്, ആ ഒരു സിറ്റുവേഷനിൽ എന്താണ്, പിന്നെ എന്ത് ആക്ഷനാണ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പോൾ ആക്ഷൻ നമുക്ക് പറയാൻ പറ്റും, നമ്മളത് റൂൾ ബാക്ക് ചെയ്യാൻ തീരുമാനിച്ചു, കൺസിഡറിങ് ദ ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് എന്താണ്, അത് കസ്റ്റമറിനെ ഇങ്ങനെ ഇമ്പാക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു റിസൾട്ട്, ആ ഒരു ആക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് അവിടെ പറയാം. അപ്പോൾ അതാണ് സ്റ്റാർ മെത്തേഡ്. എപ്പോഴും നമ്മളോട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരു സിനാരിയോ ആയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ത്രൂ ഔട്ട് എക്സ്പീരിയൻസിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിനാരിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്ക്രൈബ് ചെയ്യാം. പലപ്പോഴും ചിലർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സിനാരിയോ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഗൂഗിളിൽ നമുക്ക് ചുമ്മാ നോക്കിയാലും സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ തന്നെ സിനാരിയോസ് ഓർക്കുക. ഇപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ, അത് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ആൻസർ പ്രിപ്പയർ ചെയ്യുക. ഡേയ്സോൻ്റെ NHS അഡ്മിൻ ജോബിലെല്ലാം നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. നമ്മൾ ക്വസ്റ്റ്യൻസ് എടുക്കും, എന്നിട്ട് നമ്മൾ ഡേയ്സോൻ്റെ കരിയർ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനത്തെ സിനാരിയോസ് നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ അത് ഒരു നല്ലൊരു ആൻസർ ഫോമിൽ നമ്മളത് പറഞ്ഞ് ഒന്ന് പ്രിപ്പയർ ചെയ്യും. സ്റ്റാർ മെത്തേഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് അതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് യു ക്യാൻ ഡു എ മോക്ക് ഇൻ്റർവ്യൂ. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ മോക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, അതൊക്കെ നമ്മൾ അന്ന് ആ ദിവസം പറയാതെ ഓൾറെഡി നിങ്ങളൊരു മോക്ക് ഇൻ്റർവ്യൂ നടത്തി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ വരുന്ന നമ്മുടെ ഒരു ജനറിക് ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നിങ്ങൾക്ക് അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. വൈ ഡു യു വോണ്ട് ദിസ് ജോബ്, ഡു യു വോണ്ട് ടു ലീവ് യുവർ കമ്പനി, വൈ ഡു യു തിങ്ക് യു ആർ ആപ്റ്റ് ഫോർ ദിസ് റോൾ, പിന്നെ ഹൗ ഡു യു ഹാൻഡിൽ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അറ്റ് വർക്ക്, ഹൗ ഡു യു ഹാൻഡിൽ കോൺഫ്ലിക്ട്സ് അറ്റ് വർക്ക്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ ക്വസ്റ്റ്യൻസ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നിങ്ങളുടെ ഡൊമൈൻ റിലേറ്റഡ്, നിങ്ങളിപ്പം ബാങ്കിങ്ങിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ദേ വുഡ് ആസ്ക് ബാങ്കിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ടെക് ഇൻ്റർവ്യൂ ആണെങ്കിൽ ടെക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ടെക്കിലോട്ട് ഞാൻ ഡീറ്റെയിൽഡ് കടക്കുന്നില്ല, വളരെ വലിയൊരു സബ്ജക്റ്റാണ്, ഒത്തിരിയും കാര്യങ്ങൾ പറയാനുണ്ട്. ബട്ട് നിങ്ങൾ എന്ത് റോളിനാണ് അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. യൂസ് സ്റ്റാർ മെത്തേഡ്. പിന്നെ ഇനി ഇവിടുത്തെ ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇങ്ങനെയല്ലോ വൺ വേർഡ് ആൻസർ അങ്ങനെ ഒരു സംഭവം എനിക്കിതുവരെ തോന്നിയില്ല. നമ്മളങ്ങനെ കാണാതെ പഠിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. സോ ട്രൈ ടു ആൻസർ ഇൻ എ സിനാരിയോ ബേസ്ഡ് വേ. നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്സ് ഒക്കെ നോക്കി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. സീക്വലൊക്കെ ആവശ്യമുള്ളതാണെങ്കിൽ അത് കുറച്ച് ക്വയറീസും കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ളത് കാര്യങ്ങൾ നോക്കി വെക്കുക. അങ്ങനെയൊക്കെ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിൽ വെർച്വൽ ഇൻ്റർവ്യൂ ആണെങ്കിൽ കൂടിയും അവരെനിക്ക് കോഡിങ് ചെയ്യിപ്പിച്ചായിരുന്നു. ഓൺലൈനിൽ തന്നെ സ്ക്രീനൊക്കെ ഷെയർ ചെയ്തിട്ട് സീക്വലും കുറേ ജോയിൻ ക്വയറീസും അതൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു. ഇൻ്റർവ്യൂ ഡേയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, ടൈം കീപ്പ് ചെയ്യുക. ഓക്കെ, നമ്മൾ അതിലൊരിക്കലും ഞാനും ഡേയ്സിനും ആണെങ്കിൽ എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളൊരു ഓൾമോസ്റ്റ് 1 hour മുന്നേ തന്നെ എത്താൻ ശ്രമിക്കാറുണ്ട്. കാരണം നമുക്കറിയില്ല, ട്രാഫിക് വരാം, എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വന്നാൽ കഴിഞ്ഞു. അതുകൊണ്ട് ബി ഓൺ ടൈം. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ടൈമിൽ എത്തുക. കുറച്ച് നേരത്തെ എത്തിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. ഒരു 30 minutes മുമ്പെങ്കിലും എത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഡ്രസ്സിങ്, ഇവിടെ അങ്ങനെ എല്ലാത്തിനും അങ്ങനെ ഫോമൽ ഡ്രസ്സ് വേണം എന്ന് നിർബന്ധമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനി. ചില കമ്പനീസ് ഫോമൽ ചിലപ്പോൾ പറയണ്ടായിരിക്കും, ചിലർ ബിസിനസ് കാഷ്വൽസ് പറയാറുണ്ട്. സോ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ഭയങ്കര ഫ്ലോറൽ പ്രിൻറ്റും അങ്ങനെയൊന്നും പോകാതിരിക്കുക. ഒരു ബേസിക് ന്യൂഡ് കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇൻ്റർവ്യൂസിൽ എപ്പോഴും ഇൻ്റർവ്യൂ കഴിയുന്ന ആ ഒരു ക്ലോസിങ് സമയമാകുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന്. അപ്പോൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരരുത്, എന്തെങ്കിലുമൊക്കെ ചോദിക്കണം. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത് യു ക്യാൻ ആസ്ക് എന്തെങ്കിലും ട്രെയിനിങ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, കരിയർ ഡെവലപ്മെൻറ്റിന് നിങ്ങൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അത് ചോദിക്കാം. അതുപോലെ ജസ്റ്റ് ഒരു വാട്ട് ഡസ് ദിസ് റോൾ ലുക്ക് ലൈക്ക് ഡേ ടു ഡേ ബേസിസിൽ അങ്ങനെ ചോദിക്കാം. സോ പ്രിപ്പയർ ലൈക്ക് 1 or 2 questions ഇൻ അഡ്വാൻസ്. അത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ NHSൻ്റെ ഇൻ്റർവ്യൂസിനാണ് പോകുന്നതെങ്കിൽ എപ്പോഴും ആ ട്രസ്റ്റിൻ്റെ വാല്യൂസ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഡേയ്സോന് ഏതൊക്കെ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് അവർ മിക്കവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് അവരുടെ വാല്യൂസ് അതറിയാമോ എന്ന്. അത് ഡേയ്സോനെ അത് കാണാതെ പഠിച്ചിട്ടാണ് പോയത്, ബട്ട് ഇറ്റ് ഹെൽപ്പ് ഹിം. അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, നമ്മളത്
എന്താ ഇൻ്റർവ്യൂവിന് വരുന്നതിന് മുമ്പേ നമ്മളത് ശ്രദ്ധിക്കുന്നു, അതൊരു കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് വലിയൊരു സംഭവമായിട്ടാണ് തോന്നുന്നത്. സോ ഡു റീഡ് അബൌട്ട് ദ കമ്പനി, അബൌട്ട് ദെയർ വാല്യൂസ്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കും. സാലറി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ, ബിക്കോസ് അതിന് നിങ്ങൾക്ക് പിന്നെ ഒരു സ്റ്റേജ് ഉണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ജോബ് കിട്ടുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ട്രെയിനിങ്സ് ഒക്കെ പറഞ്ഞത്. ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങണം. ആൻഡ് ദെൻ നിങ്ങളതിന് ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കാം, താങ്ക്സ് ഫോർ യുവർ ടൈം ടുഡേ, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇമെയിൽ അയച്ചു വെക്കാം. ആൻഡ് പ്ലീസ് ലെറ്റ് മീ നോ ദ ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് കഴിഞ്ഞൊരു 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നില്ല, നിങ്ങൾക്ക് കോൾസ് ഒന്നും വന്നിട്ടില്ല, അവർ യൂഷ്വലി പറയും വിൽ ലെറ്റ് യു നോ ഇൻ 2 days അങ്ങനെ പറയും. എന്നിട്ട് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ചോദിക്കാം. നിങ്ങളുടെ അടുത്ത ജോലിയിൽ, അടുത്ത ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് ഒരു ഇൻ്റർവ്യൂക്കുള്ളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് യു കൻ ആസ്ക് ഫോർ ഫീഡ്ബാക്ക്. ചിലർ ഇങ്ങോട്ട് തരും, ചിലർ നമ്മൾ ചോദിച്ചാലേ തരുള്ളൂ. സോ ഇറ്റ്സ് ഗുഡ് ടു ആസ്ക് ഫോർ ഫീഡ്ബാക്ക്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് എല്ലാവർക്കും അത്ര ഒരു സ്മൂത്ത് ആയിരിക്കില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും അത്ര ഈസി ആയിരിക്കില്ല. ഏറ്റവും ആവശ്യമുള്ളൊരു സമയത്തായിരിക്കും നമ്മൾ ജോലി നോക്കുന്നത്, അതായത് നമുക്ക് ജോലി കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡെസ്പറേറ്റ് ആണ്. സോ അത്ര എളുപ്പമല്ല. പിന്നെ മാത്രമല്ല, പലർക്കും എല്ലാം അറിയാവുന്നവരാണെങ്കിലും ഇൻ്റർവ്യൂവിന് അന്ന് അത്ര പെർഫോം ചെയ്യാൻ പറ്റാത്ത ചില ആളുകളുണ്ട്. അപ്പോൾ ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ മാക്സിമം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇൻ്റർവ്യൂവിൻ്റെ അന്ന് പോയിട്ട് ആൻസർ ഒക്കെ പറയാം എന്ന് വിചാരിക്കാതെ ബി വെൽ പ്രിപ്പയർഡ്. അതായത് ആ കമ്പനിയെ പറ്റി നന്നായിട്ട് അറിയുക, നമ്മുടെ ജോബിനെ പറ്റി നന്നായിട്ട് അറിയുക, നമ്മൾ എന്തൊക്കെ സ്കിൽസാണ് നമ്മളുടെ CV-യിലിട്ടത് അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് വാച്ച് മോക്ക് ഇൻ്റർവ്യൂസ്, ഡു മോക്ക് ഇൻ്റർവ്യൂസ്. നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ പോയാൽ മോക്ക് ഇൻ്റർവ്യൂസ് കാണാൻ പറ്റും, എങ്ങനെയാണ് ഇൻ്റർവ്യൂ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾ 2 വീഡിയോസ് കണ്ടു നോക്കുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. പിന്നെ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒരു മോക്ക് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി നോക്കുക. കീഴിൽ ഞാൻ കണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും എല്ലാവരും. ഡേയ്സ് കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഒന്നും നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്കെയറി ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഒന്നുമില്ല. എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ദേ വാല്യൂ അവർ ടൈം, ദേ വാല്യൂ അവർ എഫേർട്സ്. അപ്പോൾ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക. ഒരു ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ഒരു താല്പര്യമില്ലാതെ അല്ലെങ്കിൽ പേടിച്ച് ഒന്നും ഇരിക്കാതെ യു ആർ വെരി ക്യൂരിയസ് അബൌട്ട് ദ റോൾ, അല്ലെങ്കിൽ യു ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ ദ ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ വേണം നമ്മൾ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ബി കോൺഫിഡൻറ്റ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ ബെസ്റ്റ്, നിങ്ങളുടെ 100% കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ഇൻ്റർവ്യൂവിലൊന്നും നമ്മുടെ തീരുന്നതല്ല നമ്മുടെ കരിയറും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഡെഫിനറ്റ്ലി ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ നമ്മൾ മാക്സിമം നമ്മുടെ 100% കൊടുക്കുക ആൻഡ് യു വിൽ സക്സീഡ്. പിന്നെ UK കാര്യം എനിക്കറിയാം, വിസ പ്രോബ്ലംസ്, വിസ സിറ്റുവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ആദ്യമൊക്കെ ജോലി നോക്കുമ്പോൾ ഞാൻ ദേശു Tier 2 വിസയിലായിരുന്നു, ഞാൻ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. കൊച്ചിൻ്റെ വിസ 2 years വാലിഡിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് മിക്ക കമ്പനീസും ഇൻ്റർവ്യൂ വരെ എത്തുന്നതിന് മുമ്പ് തന്നെ പറയും, സോറി നമുക്ക് ഒരു 2 years വാലിഡിറ്റി ആയതുകൊണ്ട് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് നമ്മൾ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് കുറേ അങ്ങനെ റിജക്ഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ ചില കമ്പനീസ് അങ്ങനെ നോക്കാറില്ല, അങ്ങനെയും ഉണ്ട്. അതുകൊണ്ട് ഡോണ്ട് വറി, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും. ബട്ട് യു ഹാവ് ടു ട്രൈ ഹാർഡ്, യു ഹാവ് ടു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഗിവ് യുവർ 100%. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. മേ ബി വി ക്യാൻ ഡു അനദർ വീഡിയോ ഓൺ ലൈക്ക് ഒരു പുതിയ ജോലിയിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രൊഫഷണലി ക്വാളിഫൈഡ് അഡ്വൈസർ ഒന്നും അല്ല. നമ്മളുടെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും, നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജോബ് കണ്ടുപിടിച്ച് നിന്നു, അല്ലെങ്കിൽ നമുക്ക് ചുറ്റിനുമുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവരിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും കോമൻസോ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ജോലി നോക്കുന്നവരാണെങ്കിൽ ഹോപ്പ്ഫുള്ളി ദിസ് ക്യാൻ ഹെൽപ്പ് യു, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.